ഹിന്ദുസ് കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറുപയർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കും, എന്നാലും ഇതൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ചെറുപയർ കറി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഞാനിന്നൊരു ചെറുപയർ കറി വെക്കാൻ പോവുക. നീർദോശക്കാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ രീതിയിലുള്ള ഒരു ചെറുപയർ കറി ഉണ്ടാക്കാൻ പോവുക. അതിനാവശ്യമുള്ള സവോളയും ചെറുപയറും ഉപ്പും എല്ലാം കൂട്ടി ഞാൻ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കുവാണ്. അരമുറി തേങ്ങ ചുരണ്ടിയത്, 2 പച്ചമുളകും, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ജീരകപ്പൊടി, ഇത്രയും ഇട്ട് വെള്ളവും ചേർത്ത് നല്ലപോലെ അരക്കണം. നല്ലപോലെ ചെറുപയറെല്ലാം വെന്ത് അതിലോട്ട് തേങ്ങ അരച്ചത് ചേർക്കുക. പാകത്തിന് അവനവൻ്റെ ചാറിന് ആവശ്യമായിട്ട് ചേർത്താൽ മതി. ഇച്ചിരി ഞാൻ മിക്സി കഴുകി ഇച്ചിരി ഒഴിച്ച് പാകത്തിന് നല്ലപോലെ കടുക് പൊട്ടി അതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിരിക്കുവാണ്. അത് നല്ലോണം മൂക്കണം. മൂത്ത് കഴിഞ്ഞ് ഒരു ചെറിയ ടിപ്പുണ്ട്, അതിട്ട് കഴിഞ്ഞാൽ ചെറുപയർ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ലപോലെ മൂത്ത് അതിലോട്ട് ഇതാണ് ടിപ്പ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കണം. നല്ലപോലെ മൂത്തിട്ട് അതിൻ്റെ ആ ചുവ മാറി. അതുകൂടാതെ ഒരു നുള്ള് ഇത് പഞ്ചസാരയും കൂടെ ഇതിൽ ഇടണം. ഭയങ്കര ടേസ്റ്റായി ഈ കറിക്ക്. എത്ര കൂട്ടിയാലും നമുക്ക് ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ചെറുപയർ കറി ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റാണ്. ഇതിലോട്ടിടാ ഈ കടുക് ഇതാക്കി ചേർക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. പാൻ ചൂടായി കഴിഞ്ഞ് ഞാനതിലോട്ട് നീർദോശ ഒഴിക്കുവാണ്. ഇതിങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ച് ഇതിലോട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടെ തൂവി കൊടുക്കുവാണ്. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. വറക്കും ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ. അപ്പോൾ ഇന്നത്തെ നീർദോശ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ഇട്ടേക്കാം. ഇന്നാളൊന്നും ഇട്ടതാണ്, അത് എനിക്കത്ര തൃപ്തിയായില്ല. ഇത് നല്ല ഇത് ഇങ്ങനെ ഇരിക്കണം നീർദോശ.